ഗോൾ ഇല്ലാത്ത മനുഷ്യന് ഏക ഓപ്ഷൻ ഗോളുള്ളവൻ്റെ കൂടെ സർ നിങ്ങൾ നേടിയിടും, നിങ്ങൾ നേടിക്കോളും എന്ന് പറഞ്ഞ് അയാളെ സപ്പോർട്ട് ചെയ്യുക, അയാളെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കലല്ലാതെ വേറെ ഒരു പണിയും നിങ്ങളെ കൊണ്ട് നടക്കില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗോൾ. ക്ലിയർ ആയോ? ഗോൾ ഉള്ളവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കും. ഗോൾ ഇല്ലാത്തവന്മാർ ഗോൾ ഉള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടി വരും. ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ ക്ലിയർ ഗോൾ. അപ്പൊ അതിന് നിങ്ങൾ പ്രിപ്പറേഷൻ വേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താ വരും? ഗോൾ ഉള്ളവർക്കിടയിൽ തന്നെ രണ്ട് പ്രശ്നമുണ്ട്. ഗോൾ ഇല്ലാതിരിക്കുന്നത് ഒരു പ്രശ്നമല്ല ശരിക്ക്. ചെറിയ ഗോളുള്ളവനും വലിയ ഗോളുള്ളവനും. ഈ മനുഷ്യന് സ്വന്തം ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈം എന്താ അറിയോ? ഞാൻ ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. അവരെന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു പഠിക്കുമ്പോൾ, ഞാനത് നേടി. നേടി എന്നും പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് ഇരിക്കും. പിന്നെ അവിടെ നിന്ന് അനങ്ങൂല്ല, പൊങ്ങൂല്ല. എന്താ ഗോൾ? എനിക്കൊരു ഗവൺമെന്റ് ജോലി നേടണമെന്നായിരുന്നു ആഗ്രഹം. ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന ഗോളൊക്കെ, ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതൊരു ബിഗ് ഗോളാണോ? ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് ചെയ്ത ഏറ്റവും വലിയ ക്രൈം എന്താണെന്നറിയോ? ചെറിയ ഗോൾ സെറ്റ് ചെയ്യുകയും അത് നേടുകയും അതൊരു വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യലാണ് ഏറ്റവും വലിയ ക്രൈം. അതുകൊണ്ട് ഗോൾ എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. ഒരു ജോലി നേടണോ, ഗവൺമെന്റ് ജോലി നേടലോ ഒന്നുമല്ല ഗോൾ. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. You have a talent, you have a capability, you have enough potential to change the world. ഇവിടുത്തെ ഈ ചെറിയ ചെറിയ അങ്ങാടിയല്ല, ചെറിയ പഞ്ചായത്തുമല്ല. You have a talent to change the world. കാരണം ഇന്ന് ലോകത്തിൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലോകത്തോടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഗോളായിരുന്നു നിങ്ങൾ സെറ്റ് ചെയ്ത് കുട്ടികളെ. ചെറിയ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ക്യാപ്പബിലിറ്റി, ഫോർ എക്സാമ്പിൾ, രണ്ട് ടൈപ്പ് ഫുട്ബോൾ കളിക്കാരുണ്ട്. എങ്ങനെയാ? ഒന്ന് ഇന്റർനാഷണൽ, ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുകയാണെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ ഞാനായിരിക്കുമെന്ന് വിചാരിച്ച് ഗോൾ സെറ്റ് ചെയ്യുന്ന ആളും, അല്ലെങ്കിൽ ഇവിടുത്തെ പറമ്പിൽ സെവൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളും. ക്ലിയർ ആയോ? രണ്ട് ഗോളുണ്ട്. ഈ പറമ്പിലേക്ക് സെവൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളും നമ്മൾ ഒരേപോലെയാണോ? ആണോ? അയാളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും? പറമ്പിൽ സെവൻസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആള് എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് നടത്തി, ടെസ്റ്റ് നടത്തി, കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്ത് പുതിയ കോച്ചിന്റെ അടുത്തേക്ക് പോയി എന്നും പരിശീലിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആളാണോ? അല്ല, അത് ആവശ്യമില്ല. കാരണം ചെറിയ ഗോളാണ്, ചെറിയ പ്രിപ്പറേഷൻ മതി, കാപ്പബിലിറ്റി എക്സ്പാൻഡ് ചെയ്യില്ല. അപ്പൊ നിങ്ങളുടെ മൈൻഡ്, മനുഷ്യന്റെ മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എത്രമാത്രം വലിയ ഗോളാണോ സെറ്റ് ചെയ്യുന്നത്, ആദ്യം അത് നമ്മളെ പേടിപ്പിക്കുമെങ്കിലും അതിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ കാപ്പബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ചിന്തകൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വലിയ ഗോളാണെങ്കിൽ അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളും വിചാരിച്ചതിനും എത്ര ഉയരത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ. സോ സ്മോൾ ഗോൾ ഈസ് എ ക്രൈം. കാരണം ചെറിയ ഗോൾ, ബോട്ടമാണ് ക്രൗഡഡ്, ടോപ്പിൽ 1-2 ആളുണ്ടാവുള്ളൂ, അല്ലേ? ബോട്ടം ക്രൗഡഡാണ്. നിങ്ങൾ നോക്കൂ, IAS പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ 1.5-2 ലക്ഷം പേര്, 3 ലക്ഷം പേരാണ് അപേക്ഷിക്കാറുള്ളത്. എന്നാൽ കേരള ഗവൺമെന്റ് LDC അത് 1000 സീറ്റാണ്. 1000 അല്ലെങ്കിൽ 100 LDC പൊസിഷനിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെങ്കിൽ അവിടേക്ക് ലഭിക്കുന്ന അപേക്ഷയുടെ എണ്ണം എത്ര? 10 ലക്ഷം. എത്ര പോസ്റ്റ് ഉണ്ട്? 65 പോസ്റ്റ്. 65 പോസ്റ്റിലേക്ക് LDCയിലേക്ക്. കാരണം എന്താ? ചെറിയ ഗോളുകാർ ധാരാളം ലോകത്തുണ്ട്. എൻ്റെ ലൈഫ് ചെറുതാണ്, ഞാൻ ഇതിനെ ഫിറ്റുള്ളെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 65 പോസ്റ്റിലേക്ക് 10 ലക്ഷം ആൾക്കാരാണ്. എന്നാൽ ഹൈ പൊസിഷനിലുള്ള, ഹൈ പ്രൊഫൈലുള്ള IASന് ഓൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അപേക്ഷ 1.5-2 ലക്ഷം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ബോട്ടം ഈസ് ഓവർ ക്രൗഡഡ്.